ഹലോ ഗായ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ പറ്റിയാണ്. കഴിഞ്ഞ ദിവസം നവംബർ 20 നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, ഷാഫി പറമ്പിൽ വടകരയിലേക്ക് ലോക്സഭാ ഇലക്ഷനിൽ ജയിച്ചു പോയതിനെ ഇതിന് അനുബന്ധിച്ച് നടന്ന തെരഞ്ഞെടുപ്പ്, അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടി കോൺഗ്രസ് തന്റെ പൊട്ട തീരുമാനം കൊണ്ട് നടത്തിയെടുത്ത ഒരു തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നമ്മുടെ എക്സിറ്റ് പോൾ ആണ് നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. സോ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, അതായത് ഏകദേശം 10-20 ദിവസമായിട്ട് നമ്മുടെ ടീം അംഗങ്ങളും നമുക്കറിയാവുന്ന ഒരുപാട് ആൾക്കാരുമായി, പാലക്കാടുള്ള ഒരുപാട് ആൾക്കാരുമായിട്ട് നടത്തിയ ചർച്ചയുടെ ഫലമായി അവിടെ ആര് വിജയിക്കുമെന്നുള്ള കാര്യം നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം, അതായത് വോട്ട് എടുപ്പ് കഴിഞ്ഞതിന് ശേഷം വോട്ടെണ്ണുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കുന്ന പ്രക്രിയയാണല്ലോ ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. സോ നമ്മുടെ ചാനലിൽ നടത്തുന്ന എക്സിറ്റ് പോൾ ഫലമാണ് നമ്മൾ കൃത്യമായി ഇന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. സോ നമ്മുടെ ഫലത്തിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകാം, കാരണം ഒരുപാട് പറഞ്ഞ് നമുക്കില്ലാത്ത സമയം നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇന്ന് നവംബർ 21 ആണ് നമ്മൾ റിസൾട്ട് പ്രഖ്യാപിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് നവംബർ 20 ആയിരുന്നു. എണ്ണാൻ പോകുന്നത് നവംബർ 23 സോ 21 ദ പെർഫെക്റ്റ് ടു സേ ദ എക്സിറ്റ് പോൾ. നമ്മൾ ഇന്ന് രാത്രി തന്നെ എക്സിറ്റ് പോൾ പബ്ലിഷ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അതിന് മാത്രം നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ട് മാത്രം നമ്മളിത് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. സോ ഇപ്പൊ നമ്മൾ പബ്ലിഷ് ചെയ്യാണ്. സോ ആര് വിജയിച്ചാലും വിജയിക്കുന്നത് ഏകദേശം 2000-നും 5000-നും ഇടയിലുള്ള ഒരു മാർജിനിലായിരിക്കും ഏത് സ്ഥാനാർത്ഥിയുടെയും വിജയം എന്ന കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ പുറത്തുവിടുന്നത്. സോ നമ്മൾ ഏതായാലും തംബ്നെയിലിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ നമ്മൾ ആരാണ് വിജയിക്കാൻ പോകുന്നത് ഓൾറെഡി എഴുതി കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇനിയും നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് ബിൽഡ് ചെയ്ത് സമയം കളയുന്നില്ല. സോ വിജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കൃഷ്ണകുമാർ ആയിരിക്കും. എൻ ഡി എയുടെ സ്ഥാനാർത്ഥി, ബി ജെ പിയുടെ സ്ഥാനാർത്ഥി, എൻ ഡി എ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാർ ആയിരിക്കും 2000-നും 5000-നും വോട്ടുകൾക്കിടയിലൂടെ വിജയിച്ച് പാലക്കാടിന്റെ MLA ആയി നിയമസഭയിലേക്ക് അടുത്ത മാസമോ അതിന്റെ അപ്പുറത്തെ മാസം തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് കയറാൻ വേണ്ടി പോകുന്നത് കൃഷ്ണകുമാർ ആയിരിക്കും എന്നുള്ള വാർത്തയാണ് ആദ്യമായിട്ട് തന്നെ ഞാൻ എക്സിറ്റ് പോളിലൂടെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി, ലോകത്തിന് മുൻപിൽ അറിയിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം 23 വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾ ഈ ചാനൽ വന്ന് കണ്ട് നിങ്ങൾ ഞെട്ടാന്നതിന് മുമ്പ് ഞാനിത് ഇപ്പം തന്നെ അറിയിക്കുകയാണ്. സോ ഡോണ്ട് നീഡ് ടു വെയിറ്റ് to until November 23rd or 11 o'clock, up to 11 o'clock or something. You can just see the winner here. സോ ഇനി നമുക്ക് എന്തൊക്കെയാണ് കൃഷ്ണകുമാറിന് അനുകൂലമായി തീർന്ന ഘടകങ്ങൾ, എന്തുകൊണ്ടാണ് കൃഷ്ണകുമാർ വിജയിച്ചു എന്ന് ഞാൻ ഇപ്പോഴേ പറയുന്നത് എന്നുള്ള കാരണങ്ങളും കൂടെ നമ്മുടെ ടീം അംഗങ്ങൾ ഓൾറെഡി എക്സിറ്റ് പോളിന്റെ ടൈമിൽ കൃത്യമായിട്ടുള്ള വിശകലന റിപ്പോർട്ട്, കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റേഷൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. സോ അതിന്റെ ഏതാനും ചില 5-6 പോയിന്റ്സ് മാത്രം ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്ത് ഈ വീഡിയോ അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് ആ വീഡിയോയുടെ ആ പോയിന്റ്സിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് ചെല്ലാം. സോ വളരെ യാഥാർത്ഥ്യബോധമുള്ള കുറച്ച് കണക്കുകളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. എക്സിറ്റ് പോളുകൾ നമ്മൾ എടുത്ത് ഓൾറെഡി കഴിഞ്ഞു. സോ അതിനെ അല്ലെങ്കിൽ സ്വാധീകരിക്കുന്ന ഒരുപാട് കണക്കുകളും കൂടെ പോളിംഗ് ദിവസം നമുക്ക് നമ്മുടെ മുന്നിലേക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വലിയ രീതിയിലുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സോ നമ്മുടെ എക്സിറ്റ് പോളുകളെ സ്വാധീകരിക്കുന്ന ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് UDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടിംഗ് വളരെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ UDFന് ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് പിരാരി പഞ്ചായത്താണ്. സോ പിരാരി പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 77% വോട്ടിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ ഫലമായിട്ട് അവർക്ക് 12,000-ഓളം ഭൂരിപക്ഷം, 12,000-ഓളം വോട്ടുകൾ കൂടുതൽ ആ പഞ്ചായത്തിൽ മാത്രം UDFന് കിട്ടി. അതായത് കഴിഞ്ഞ തവണ ഷാഫി ജനിച്ചത് ഏതായാലും 4,500-നോ 5,000 അടുത്ത വോട്ടിന് വിജയിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഈ 12,000 വോട്ടിന്റെ എഡ്ജ് അവർക്ക് കിട്ടിയത് പിരാരി പഞ്ചായത്തിൽ നിന്നാണ്. ആ പഞ്ചായത്തിൽ 7% വോട്ടിന്റെ ഡിക്ലൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം 1,500 വോട്ടുകളോളം അവർക്ക് ആ ഒരു ഭൂരിപക്ഷത്തിൽ നിന്ന്, അതായത് ഈ പറയുന്ന 4,500 ഭൂരിപക്ഷത്തിൽ നിന്ന് അത്രയും ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ ഓൾറെഡി തന്നെ കുറഞ്ഞിരിക്കുകയാണ്. സോ അത് ഇതേപോലുള്ള ടൈറ്റ് കോൺടെസ്റ്റുകളിൽ, ടൈറ്റ് ആയിട്ടുള്ള ക്യാമ്പയിനുകൾ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളിൽ ഈ പറയുന്ന 5-6 വോട്ടിംഗ് പെർസെൻറ്റേജ് എന്നൊക്കെ പറയുന്നത് വളരെ വലിയ കുറവാണ് അവരെ സംബന്ധിച്ചിടത്തോളം. സോ അതാണ് നമ്മുടെ എക്സിറ്റ് പോളുകളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സാധൂകരിക്കുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അത് BJPക്ക് വലിയ അനുകൂല ഘടകമാകുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ അവർക്കും കിട്ടി 6,000 വോട്ടുകളോളം ലീഡ് മുനിസിപ്പാലിറ്റിയിൽ മാത്രം BJPക്കും കിട്ടി അല്ലെങ്കിൽ NDAക്ക് കിട്ടി.
ആ വോട്ടുകൾ കഴിഞ്ഞ തവണ മുനിസിപ്പാലിറ്റിയിൽ പോൾ ചെയ്തത് 70% വോട്ടുകളാണെങ്കിൽ ഇത്തവണയും മുനിസിപ്പാലിറ്റിയിൽ പോൾ ചെയ്തിരിക്കുന്നത് 70% വോട്ടുകൾ തന്നെയാണ്. അല്ലെങ്കിൽ 70 പോയിന്റ് കുറച്ച് കൂടുതൽ മാത്രമേ ഉള്ളൂ. അതായത് ബി.ജെ.പിയുടെ വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെടുകയും യു.ഡി.എഫിന്റെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുന്നതോടെ നമ്മുടെ എക്സിറ്റ് പോളുകളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എൻ.ഡി.എ സ്ഥാനാർത്ഥി വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടിയിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് പോകാം. എൽ.ഡി.എഫ് കഴിഞ്ഞ തവണ വോട്ട് മറിച്ചുവെന്ന് ഓൾറെഡി തന്നെ അന്ന് കോൺഗ്രസിന്റെ നേതാവായിരുന്ന പി സരിൻ, അതായത് ഇന്ന് എൽ.ഡി.എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന പി സരിൻ അന്ന് യു.ഡി.എഫിന് വേണ്ടിയിട്ട് ക്യാമ്പ് നടത്തിയിരുന്നപ്പോൾ തന്നെ അവരെല്ലാം തന്നെ അദ്ദേഹം ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, അന്ന് എന്താണ് ബി.ജെ.പി ജയിക്കും, അതായത് ഈ ശ്രീധരൻ എന്ന് പറയുന്ന മെട്രോമാൻ ഇത്രയും വലിയ പ്രൊഫഷണൽ വന്ന് മത്സരിക്കുമ്പോൾ ഒരുപാട് വോട്ടുകൾ മാറി ബി.ജെ.പി ജയിക്കുമെന്നുള്ള വലിയ രീതിയിലുള്ള പ്രചരണം നടന്നു. അതായത് ബി.ജെ.പി ജയിക്കാൻ പോവുകയാണെന്നുള്ള രീതിയിൽ വലിയ പ്രചരണം നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ട് ബി.ജെ.പി ജയിക്കരുത്, കോൺഗ്രസ് ജയിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നടന്നിരുന്ന ഒരുപാട് എൽ.ഡി.എഫ് പ്രവർത്തകർ അവര് വോട്ട് മാറ്റി ബി.ജെ.പി വിജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വിജയ സാധ്യത കൂടുതലുള്ള ഒരാളെന്ന നിലയ്ക്ക് നമ്മുടെ നോർമൽ രീതിയിൽ എം.പി തെരഞ്ഞെടുപ്പുകളിലൊക്കെ നടക്കുന്ന ഒരു ട്രെൻഡ് പോലെ എന്താണ് എൽ.ഡി.എഫിന് ആരും വോട്ട് ചെയ്യാതെ നേരെ ബി.ജെ.പി തോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൺഗ്രസിന് വോട്ട് ചെയ്ത് എൻ.ഡി.എ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരു ഘടകം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ തവണ എൽ.ഡി.എഫുകാര് കുറെ പേര് പോയിട്ട് കോൺഗ്രസിന് അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ അത്രയും ചെറിയൊരു ഭൂരിപക്ഷം ജയിക്കുന്നത്. അല്ലെങ്കിൽ എൽ.ഡി.എഫിന് അവരുടെ വോട്ടുകളെല്ലാം കഴിഞ്ഞ തവണ കൃത്യമായി പോൾ ചെയ്യപ്പെടാൻ സാധിക്കുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ശ്രീധരൻ അത്യാവശ്യം ചെറിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിക്കാമായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ അങ്ങനെ മാറ്റിക്കുത്തിയതുകൊണ്ട് എൽ.ഡി.എഫ് തോറ്റുപോവുകയും എൽ.ഡി.എഫിന് വോട്ട് വല്ലാതെ കുറയുകയും യു.ഡി.എഫ് കഷ്ടിച്ച് ജയിച്ചു പോവുകയും ബി.ജെ.പി തോക്കുകയും ചെയ്തു. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ വളരെയധികം മാറിയിരിക്കുന്നു. സരിനും നേതൃത്വത്തിൽ എൽ.ഡി.എഫ് വലിയ രീതിയിലുള്ള ക്യാമ്പയിനും കാര്യങ്ങളെല്ലാം നടത്തി. അതും അദ്ദേഹം ഒരു വലിയ പ്രൊഫഷണലാണ്, ഡോക്ടറാണ്, IAS എന്തൊക്കെയായിരുന്നു. സോ അദ്ദേഹം അത്രയും പ്രചരണവും കാര്യങ്ങളെല്ലാം നടത്തിയതുകൊണ്ട് അവരുടെ വോട്ടുകൾ ഒന്നുപോലും, അവരുടെ കേഡർ വോട്ടുകൾ, അവരുടെ പാർട്ടി വോട്ടുകൾ ആരും ബി.ജെ.പിയെ തോൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിന് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടിയുള്ള പ്രചരണം നടത്തിയതിന്റെ ഭാഗമായിട്ട് അവരുടെ വോട്ടുകളെല്ലാം അവിടെ പോൾ ചെയ്യപ്പെടുകയും കോൺഗ്രസിന്റെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്ന കുറയുകയും ചെയ്യുന്നതോടെ നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ അല്ലെങ്കിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആള് വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടിയാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിരുന്നു അതെന്ന് പറയുന്നത്. സോ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്ത്യൻ വോട്ടുകളിൽ ഉണ്ടായിരുന്ന ചാഞ്ചാട്ടമാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് പറയുന്നത്. സോ അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുനമ്പത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലും കൂടെ ഒരുപാട് ചെറിയ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു വർഗീയതപരമായിട്ടുള്ള കാര്യങ്ങൾ ബി.ജെ.പിയും അങ്ങോട്ട് പറഞ്ഞു വരുത്താൻ വേണ്ടി തുടങ്ങി. അതായത് ഈ എൽ.ഡി.എഫും യു.ഡി.എഫും വഖഫ് നിയമത്തിന് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലൂടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിലൂടെ പടച്ചുവിട്ടപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരുപാട് ആൾക്കാർ മാറി ചിന്തിച്ചു തുടങ്ങി. നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ഒരുപാട് ഒരു ഷിഫ്റ്റ് ഇൻ ദ ലാസ്റ്റ് ലോക്സഭ ഇലക്ഷനിൽ നടന്ന ഷിഫ്റ്റ് നമുക്കറിയാം. സോ അവരുടെ എണ്ണം അവിടെ തീരെ കുറവാണെങ്കിൽ പോലും ആ ചെറിയ എണ്ണം, അതായത് അവിടെ നിന്ന് വ്യത്യാസം വരുന്ന 1000-2000 വോട്ടുകൾ തന്നെ മാറിയാൽ തന്നെ ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യതയുള്ള ചേഞ്ചാണ് ഈ 1000 എന്ന് പറയുന്നത്. 2000 എന്ന് പറഞ്ഞ വോട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ ദാറ്റ്സ് എ ബിഗ് നമ്പർ ഇൻ ദ കേസ് ഓഫ് എ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ. നമുക്കറിയാം പഞ്ചായത്ത് ഇലക്ഷനിലോ വാർഡ് ഇലക്ഷനിലോ 100 വോട്ട് 50 വോട്ട് എന്ന് പറയുന്നത് തന്നെ വലിയ വോട്ടാണ്. ആ 50 വോട്ടിന് 100 വോട്ടിനാണ് ഓരോ വാർഡ് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഉണ്ടാകുന്നതും വിജയിക്കുന്നതും തോക്കുന്നതൊക്കെ. സോ അതേപോലെ തന്നെ എം.എൽ.എ ഇലക്ഷന് വരുമ്പോൾ 1000 വോട്ട് 2000 വോട്ട് എന്ന് പറയുന്നത് ഇതേപോലുള്ള ടൈറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് നമ്പർ. സോ അവരുടെ എണ്ണം കുറവാണെങ്കിൽ തന്നെ അവരുടെ ഇടയിൽ ഇത്രയും നാൾ യു.ഡി.എഫിന് 100% കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. സോ മുനമ്പത്തിന്റെ പേരിൽ 1000 വോട്ടെങ്കിലും മറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ബി.ജെ.പിക്ക് കിട്ടുന്ന എഡ്ജ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. അതാണ് നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് ആണ് നമ്മുടെ സന്ദീപ് വാര്യരേട്ടൻ വലിയൊരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന പേരിലേക്ക് ചുമ്മാ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് കഴിഞ്ഞ ദിവസം വി.ഡി സതീശനും മറ്റേ സുധാകരനൊക്കെ വിളിച്ചോണ്ട് വന്നല്ലോ. സോ അത് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബി.ജെ.പിക്കാരുടെ ഇടയിൽ ഓൾറെഡി വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ കുറെ ടീമുകൾക്ക് വിഷമം, വേറെ കുറെ പേർക്കും പ്രശ്നം. ഇയാൾ തന്നെയാണ് എല്ലാ പ്രാവശ്യം മത്സരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ തന്നെ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ സന്ദീപ് വാര്യർ എന്താ ചെയ്തത്? ബി.ജെ.പിയിലേക്ക് പോകുന്നു, അവിടെ പിറ്റേ ദിവസം പാണക്കാട് തങ്ങളെ പോയി കാണുന്നു, അതിന്റെ പിറ്റേ ദിവസം പോയിട്ട് തെരഞ്ഞെടുപ്പിന്റെ അന്നെങ്ങാനും വേറെ ഏതോ തങ്ങൾക്കോ ജെഫ്രി മുക്തക്കോയ തങ്ങൾക്കോ കാന്തപുര ഉസ്താദിനൊക്കെ പോയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ കൈ
കയ്യിലെഴുതി കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അങ്ങനെ എന്താണ് ബി.ജെ.പിക്കാർക്ക് ഭയങ്കര ഇതിലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് വോട്ട് ചെയ്യേണ്ടാന്നൊക്കെ തീരുമാനിച്ച ഒരുപാട് ബി.ജെ.പി പ്രവർത്തകരും കാര്യങ്ങളൊക്കെ അവർക്ക് ഇതൊരു റിവെഞ്ച് ആയിട്ട് ഏറ്റെടുത്തു. സോ സന്ദീപ് വാര്യരെ പോലുള്ള ഇത്രയും വലിയൊരു നേതാവ് ഇത്രയും കാലം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് പെട്ടെന്ന് പാർട്ടി മാറി അടുത്ത തവണ എം.എൽ.എ സീറ്റും ഒക്കെ വാഗ്ദാനം ചെയ്തു. ഒറ്റപ്പാലത്തോ തൃത്തലയിലും ഒക്കെ മത്സരിപ്പിക്കാനും, വേണമെങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ മന്ത്രിസ്ഥാനം വരെ കൊടുക്കാം. മന്ത്രിസ്ഥാനം ഇനി കൊടുത്തില്ലേ തന്നെ എം.എൽ.എ ആകുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ലോ. സോ എം.എൽ.എ ആകാനൊക്കെ ആയിട്ട് ഒരു പോസിബിലിറ്റി കണ്ടതുകൊണ്ട് അദ്ദേഹം കാല് മാറിപ്പോയത് ബി.ജെ.പിയുടെ സാധാരണ ബി.ജെ.പി പ്രവർത്തകരുടെ ഇടയിലെല്ലാം വലിയ രീതിയിലുള്ള വിഷമതകളും കാര്യങ്ങളും ഉണ്ടാക്കിയ സമയത്ത് അവരെല്ലാം കൂടെ ഒന്നടങ്കം തീരുമാനിക്കുകയാണ് ഇത്തവണ എന്താണെങ്കിലും ശ്രീ കൃഷ്ണകുമാറിന് ഞങ്ങൾ എതിരാണെങ്കിൽ പോലും ബി.ജെ.പി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ത്തിന് അനുകൂലമായതുകൊണ്ട് മോദിയെ സ്നേഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം ഈ വ്യക്തി വിരോധത്തിന്റെ പേരിൽ ചെയ്യാതിരിക്കേണ്ടിയിരുന്ന വോട്ടുകൾ കൂടി ഇദ്ദേഹത്തിന്റെ ഈ പോക്കുകൊണ്ടും ഇദ്ദേഹത്തിന്റെ ഈ മുസ്ലിം പ്രീണനം പോലുള്ള തങ്ങൾമാരെ കാണാൻ പോകുന്നു. അതൊക്കെ പിറ്റേ ദിവസം ചേർന്നതിന് പിറ്റേന്ന് തന്നെ ഈ പരിപാടിയെല്ലാം തുടങ്ങിക്കോളൂ. അതുകൊണ്ടും കൂടെ ഇങ്ങനെ നടന്നതോടുകൂടി നോർമൽ പ്രവർത്തകരുടെ ഇടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായതിനെ പ്രതി കൂടുതൽ ബി.ജെ.പി വോട്ടുകൾ പോൾ ചെയ്യപ്പെടാൻ അത് കാരണമായി. ഈ സന്ദീപ് വാര്യരുടെ ഒരു കാര്യം പറയുവാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരി വന്നു പോകും. കാരണം ഒക്ടോബർ 13-ാം തീയതി 14-ാം തീയതി ആയ സമയത്ത്, അതായത് ഒക്ടോബർ മാസം 13, 14-ാം തീയതികളുടെ സമയത്ത് സി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണം, അപ്പുറത്ത് വയനാട്ടിൽ നിൽക്കുന്ന നവ്യനെ വിജയിപ്പിക്കണം, പിന്നെ ചേലക്കരയിൽ നിൽക്കുന്ന അടുത്തയാളെ വിജയിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇടുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് സി കൃഷ്ണകുമാറിനെ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നു. പിന്നെ അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് കൃഷ്ണകുമാറിന്റെ കൂട്ടത്തിൽ പ്രചരണത്തിന് പോകുന്ന പോസ്റ്റ് പറഞ്ഞ് കൃഷ്ണകുമാറിനെ ജയിപ്പിക്കണം എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസം പോസ്റ്റ് ഒന്നും കാണുന്നില്ല. അതിന്റെ അടുത്ത ദിവസം അടുത്ത പോസ്റ്റായിട്ട് വന്നിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കണം എന്ന് പറഞ്ഞിട്ട്. അതിന്റെ 10 ദിവസം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കണം എന്ന് പറഞ്ഞ് 10 ദിവസം മുമ്പ് മോദിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ മോദിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് മോദി ഇത്രയും വലിയ മതനിരപേക്ഷതയും ഇത്രയും സ്ട്രോങ് ലീഡർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പൊക്കി അടിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് അന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് കോൺഗ്രസ് ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേനും പറയോ, അയ്യോ നരേന്ദ്രമോദി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വളരെ എതിർപ്പുള്ള നേതാവാണ് എന്നൊക്കെ പറഞ്ഞ് അന്ന് വീണ്ടും കുറെ പോസ്റ്റ് ഇട്ടു. ഇദ്ദേഹത്തെ പോലെ തീരെ നിലപാടില്ലാത്തതും രാഷ്ട്രീയ പ്രവർത്തനം ചുമ്മാ അദ്ദേഹത്തിന്റെ ഇതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് വലിയ ഏതോ ക്രെഡിറ്റ് ആണെന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ഒക്കെ പിടിച്ചു നടക്കുന്നതും ഇദ്ദേഹത്തെ അവസാനത്തെ കൊട്ടിക്കലാശത്തിനും കൂടെ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന വീഡിയോ തന്നെ കണ്ടാൽ അറിയാം. സന്ദീപ് വാര്യരൊക്കെയാണ് ഏറ്റവും മുന്നിൽ കയറി കൈവീശുന്നത്. ആർക്ക് കൈവീശുന്നതാണ് അദ്ദേഹമൊക്കെ? 2 ദിവസം മുമ്പ് വരെ മോദി വലിയ നേതാവാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് പാർട്ടി മാറിയപ്പോഴത്തേനും അയ്യോ മോദി വെറും പൊട്ട നേതാവാണ്, മോദിയല്ല രാഹുൽ ഗാന്ധിയാണ് ഏറ്റവും വലിയ നേതാവ്, ഇന്ദിരാഗാന്ധിനെ കഴിഞ്ഞ മാസം വരെ ഫുൾ ടൈം 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് തെറി പറഞ്ഞ് കുടുംബാധിപത്യ ജനാധിപത്യ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന കോൺഗ്രസിന് വേണ്ടിയിട്ട് ഇപ്പം വലിയ രീതിയിൽ സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതൊക്കെ മനസ്സിലാവില്ലേ? ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെയൊക്കെ ഈ പാർട്ടിയിലേക്ക് കയറ്റി കഴിഞ്ഞാലും ഇത്രയും പെട്ടെന്ന് ഇത്രയും മുൻനിരകളിലേക്ക് കൊണ്ടുവരുന്നത് സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. അത് കഴിഞ്ഞിട്ട് ഒരു കാരണം കൂടെയാണ് നമ്മുടെ പോളിംഗ് അല്ലെങ്കിൽ നമ്മുടെ എക്സിറ്റ് പോളിനെ സാധിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ ആ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി ആയിട്ട് നോക്കുമ്പോൾ പല പോളിംഗ് ബൂത്തുകളിലും കോൺഗ്രസിന് ആൾക്കാരെ പോലും ഇരിക്കുന്നില്ലായിരുന്നു എന്നുള്ള ഒരു വളരെ വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. സോ അതായത് ഈ അടിത്തട്ടിലെ ചില പ്രവർത്തകർക്കൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം തീരെ ഇഷ്ടപ്പെട്ടില്ല. കാരണം അദ്ദേഹം ഓൾറെഡി ഒരു പത്തനംതിട്ടക്കാരനാണ്. അദ്ദേഹത്തിന് അവിടെ നിന്നൊന്നും ജയിക്കാൻ പത്തനംതിട്ടയൊക്കെ ഫുൾ LDFന്റെ വിജയമായിരുന്നല്ലോ. സോ അവിടെ നിന്ന് ജയിക്കാൻ പറ്റാത്തതുകൊണ്ട് ഷാഫി ഇവരൊക്കെ വലിയ ഫ്രണ്ട്സ് ആണ്, ഈ സതീശനും ഇതൊക്കെ. അപ്പം ഇവരുടെ ടീം എല്ലാം കൂടെ തീരുമാനിച്ച ഒരു സ്ഥാനാർത്ഥി നിർത്തിയതാണ്. അതിന് അവിടെയുള്ള കുറെ പ്രവർത്തകർക്കും ചെറിയ വാർഡ് തലത്തിലുള്ള പ്രവർത്തകർക്കൊക്കെ കോൺഗ്രസ് തോക്കണം എന്നുണ്ട്. കാരണം ഇദ്ദേഹത്തെ പോലെയുള്ള ആൾക്കാരൊക്കെ ചുമ്മാ ഇവിടെ ചുമന്നുകൊണ്ട് വന്ന് ഇവരൊക്കെ പിന്നെ അവിടെ എന്താ ചുമ്മാ ഇരിക്കുന്നതാണോ? സോ അതുകൊണ്ട് അവർ തോക്കണമെന്നുണ്ട്. സോ ആ ഒരു റീസണും കൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് തോൽവിക്ക് വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കും, 10,000 വോട്ടിൽ ജയിക്കും, 5 ഭൂരിപക്ഷം, പണ്ടൊക്കെ 10 സാലറി എന്നൊക്കെ പറയുന്ന പോലെ 5 ഭൂരിപക്ഷത്തിന് ജയിക്കും, 4 ഭൂരിപക്ഷത്തിന് ജയിക്കും എന്നൊക്കെ പറഞ്ഞ് തള്ളി നടക്കുന്ന കുറെ പേരുണ്ട്. പക്ഷെ വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ എക്സിറ്റ് പോൾ ആണ്. സോ നമ്മുടെ എക്സിറ്റ് പോളിനെ നമുക്ക് വിശ്വസിക്കുക. ഈ എക്സിറ്റ് പോൾ തെറ്റുകയാണെങ്കിൽ എന്റെ തല പകുതി മുണ്ടനം ചെയ്യാൻ വരെ തയ്യാറായിട്ടാണ് ഞാനുള്ളത്. കാരണം അത്രയ്ക്ക് കോൺഫിഡന്റ് ആണ്. ഇപ്പൊ അതേപോലെ തന്നെ എന്റെ മീശ വേണേൽ പകുതി എടുക്കാമെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം അത്രയ്ക്ക് നമ്മുടെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയിട്ടാണ് ഈ എക്സിറ്റ് പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ടീം അംഗങ്ങൾ ഒരുപാട് രാത്രികൾ പരിശ്രമിച്ചു, ഒരുപാട് ആൾക്കാരെ കണ്ടു, ഒരുപാട് ജനങ്ങളുമായിട്ട് സർവേ നടത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ ഒരു എക്സിറ്റ് പോളുമായിട്ട് വന്നിട്ടുള്ളത്. സോ ഇത് തെറ്റാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഈസ് 0% എന്നാണ്. സോ 100% ആക്യുറസിയോടെ നമുക്ക് പറയാം. ഇനി
Actually, you don't need to wait until November 23rd, 11 a.m. because ഇപ്പം തന്നെ റിസൾട്ട് അറിയാം. ഒരു 2000-നും ഒരു 5000-നും ഇടയിൽ, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 2750 വോട്ടുകൾക്കൊക്കെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള C കൃഷ്ണകുമാർ വിജയിക്കും എന്ന് തന്നെയാണ്. സോ നമുക്ക് കാത്തിരുന്ന് ഇത് നമുക്ക് ഒന്നും കൂടെ ഉറപ്പിക്കാം. സോ ഏതായാലും വിജയിക്കും. വിജയിച്ചില്ലെങ്കിൽ ഞാൻ തലമുടി പകുതി മൊട്ടയടിക്കുമെന്നും മീശ പകുതി വടിക്കുമെന്ന് പറയുന്ന കാര്യങ്ങളിലെല്ലാം ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. സോ നമുക്ക് നോക്കാം എന്താണ് പാലക്കാടിലെ അവസ്ഥയെന്ന്. കൃത്യമായിട്ടുള്ള ഉത്തരം നവംബർ 23-ാം തീയതി രാവിലെ 10 മണി 11 മണി ആകുമ്പോഴത്തേക്കും നമുക്കറിയാം. സോ BJP വിജയിക്കട്ടെ എന്ന് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ നമുക്കെല്ലാം പ്രതീക്ഷിക്കാം. കാരണം രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ദാറ്റ്സ് ഓൾ. സോ ഈ ക്രെയിനിൽ കയറി നിൽക്കുന്ന ഈ ചേട്ടൻ തന്നെ, C കൃഷ്ണകുമാർ ഏട്ടൻ തന്നെ വിജയിക്കട്ടെ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. Thanks for watching this video. Subscribe for more wonderful, realistic, and energetic, and data oriented, and education റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു വെരി മച്ച്.